ഹായ് ഹലോ, ഇന്ന് നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ലീവ് സ്കെൽട്ടനാണ് വേണ്ടത്. ഞാനിവിടെ റബ്ബറിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തേക്കണേ. എന്നിട്ട് അതിൽ ഇതുപോലെ പെയിൻ്റ് അടിക്കാം കേട്ടോ. എല്ലാ ലീവ്സിനും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഒരു നൈറ്റ് മൊത്തം വയ്ക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ക്ഷമ കൂടുതലായ കാരണം കൊണ്ട് ഞാൻ ഈ ബുക്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആ നനവൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ വാട്ടർ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം. ഫാബ്രിക് പെയിൻ്റ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇലയെല്ലാം സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒരു സെല്ലോ ടേപ്പ് അതിന് മുകളിലായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരു പഞ്ച് ഹോളറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊരു ഹോൾ ഉണ്ടാക്കണം ഞാൻ അവിടെ പഞ്ച് ഹോളർ വെച്ചിട്ടാണ് കേട്ടോ ഹോൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതുപോലെ ഒരു നൂലെടുക്കുന്നുണ്ട്. നൂലിന് നീളത്തിലെടുത്ത് മടക്കി നല്ല കട്ടിയുള്ള നൂലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഹോളിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഇതുപോലെ അറ്റം ഞാനൊന്നിങ്ങനെ കെട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ കെട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്, കണ്ടോ. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഭാഗം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ വരും കേട്ടോ. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിനെ ഞാൻ അതിൻ്റെ സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്കർ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇതിലേത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ.